എനിക്ക് വിദ്യാ ബാലകൃഷ്ണനോട് എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെ പറയട്ടെ, ഇതിൽ രാഷ്ട്രീയം കലർത്തരുത്. ഇല്ല, ഞാനിവിടെ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. ഇവിടെ മനോജ് സാമൂഹ്യ അവസ്ഥയാണ്. ഞാൻ പറയട്ടെ എന്നെ കൊണ്ട് പറയാൻ അനുവദിക്കൂ. ദളിതരുടെയും ദരിദ്രരുടെയും സാമൂഹ്യ അവസ്ഥയാണ്. ആഭ്യന്തരമന്ത്രി ഏതെങ്കിലും സ്ഥലത്ത് ആഭ്യന്തരമന്ത്രി പറയുവോ അന്വേഷണം നടക്കുന്നില്ല, ഞങ്ങൾ അന്വേഷണം നടത്തില്ല എന്ന്? ആഭ്യന്തരമന്ത്രി 7 സെന്റൻസ് മാത്രം കാണാതെ പഠിച്ചു പറയും അന്വേഷണം നടക്കുന്നു, അന്വേഷണം പുരോഗമിക്കുകയാണ്, പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അത് മാത്രമേ ഈ ഇലക്ഷനുള്ള സമയത്ത് പോലും ആഭ്യന്തരമന്ത്രിക്ക് പറയാൻ പറ്റൂ. മാത്രമല്ല ഒരു കാര്യം, ഉമ്മൻചാണ്ടി വികസന നയം എന്ന് പറയുമ്പോൾ വികസനം അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോയപ്പോൾ നിയമസഭയിൽ കെട്ടിക്കിടക്കുന്നുണ്ട് 3,20,000 പരാതികളാണ് കെട്ടിക്കിടക്കുന്നത്. 3 സെന്റ് സ്ഥലത്തിനും ഒരു വീടിനും വേണ്ടി. ഈ നാട്ടിലെ ദളിതരുടെ അവസ്ഥ ഇതാണ്. 3 സെന്റ് സ്ഥലം, ഒരു വീട്. ജിഷയ്ക്ക് ഒരു കക്കൂസ് പോലും ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ അവസ്ഥ ഇതാണ്. കേരളത്തിലെ രാഷ്ട്രീയക്കാർ ദളിതരോട് പെരുമാറിയ ഇതാണ്. അപ്പൊ എല്ലാവർക്കും, ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും എല്ലാവർക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ട്. അയൽപക്കക്കാർക്കുണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. എല്ലാവരും ജിഷയെ കൊന്നവരാണ്, എല്ലാവരും പ്രതികളാണ്. പോലീസ് മാത്രമല്ല. പോലീസ് അങ്ങനെ പ്രവർത്തിക്കൂ. പോലീസ് ദളിതരുടെ കാര്യത്തിൽ അത് മാത്രം പ്രവർത്തിക്കൂ. ഇതിൽ രാഷ്ട്രീയം കലർത്തരുത്. നിങ്ങൾ ചെയ്യേണ്ടത് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കൂ. 3 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. ദളിതൻ മാത്രമാണ് ഈ നാട്ടില് അടുക്കള പൊളിച്ച് ശവം അടക്കുന്നത്. ആ ശവം അടക്കിയിട്ട് ആ മണ്ണ് ഉണങ്ങുന്നതിന് മുമ്പ് അതിന് മുകളിലാണ് ദളിതന് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കേണ്ടി വരുന്നത്. ഈ ഗതികേട് ഈ രാജ്യത്തെ, ഈ നാട്ടിലെ, കേരളത്തിലെ ഏത് ജാതിക്കാർക്കാണുള്ളത്? ദളിതനും ആദിവാസിക്ക് മാത്രമേ ഉള്ളൂ. ഇതിൽ രാഷ്ട്രീയമല്ല വളർത്തേണ്ടത്. ദളിതരുടെ സാമൂഹ്യ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കൂ. ദളിതരുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കൂ. അത് മനസ്സിലാക്കിയാണ് നിങ്ങൾ പറയേണ്ടത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ടല്ല. ദളിതരുടെ അവസ്ഥ മാറ്റാനുള്ളത് എന്താണ് ചെയ്യേണ്ടത്? ജിഷയുടെ വീട്ടുകാർക്ക് ജോലി കൊടുക്കല്ല മാത്രം. 1000 കണക്കിന് ആ കനാൽ ബണ്ടിൽ താമസിക്കുന്ന പെൺകുട്ടികളുണ്ട്. അവരുടെ നാളെ അവരും ഇതുപോലെ മരണപ്പെട്ടേക്കാം. ആ മരണം തടയാൻ എന്താണ് ഇന്ന് ചെയ്യേണ്ടത്? അത് ചെയ്യാനുള്ള വഴി നോക്കൂ. അല്ലാതെ ഇത് രാഷ്ട്രീയമായി കാണരുത്. ഇതൊരു സാമൂഹ്യ അവസ്ഥയാക്കി മനസ്സിലാക്കൂ. എനിക്ക് നിങ്ങളോടൊക്കെ അപേക്ഷിക്കാനുള്ളത് ഇത് മാത്രമാണ്.